പിന്നെ ഈ അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഈ കടൽ തീരത്ത് ധാരാളം പശുക്കൾ, ഇഷ്ടംപോലെ പശുക്കളാണ്. നിറയെ പശുക്കളിങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെയും കാണാം ധാരാളം പശുക്കൾ. അത് ശാന്തമായിട്ട് അവരങ്ങനെ വെറുതെ കിടക്കുകയാണ്. എന്താണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഈ പശുക്കളൊക്കെ ഈ അമ്പലത്തിൻ്റെ വകയാണോ, കാറ്റ് കൊള്ളാൻ വേണ്ടി കിടക്കുന്നതാണോ? സാധാരണ പശുക്കൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി പുല്ലുള്ള സ്ഥലത്തോട്ടൊക്കെ പോകുമല്ലോ. പക്ഷെ ഇവർ ഈ ശാന്തമായിട്ട് ഇങ്ങനെ വന്ന് റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ പശുക്കളൊക്കെ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. നമ്മളത് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളായോണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത്. അത് ഒരു മെഡിറ്റേറ്റീവ് മോഡിലൂടെ കിടന്നിട്ട് അത് റിലാക്സ് ചെയ്ത് കിടക്കുന്ന പോലുള്ള ഒരു ഫീലാണ്. എനിക്കാണെങ്കിൽ ഈ പശുവിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ പിന്നെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇവരെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കണ്ടായി. ആ കാണുന്നതാണ് ഈ ഒരു സിദ്ധരുടെ ഒരു ടെമ്പിൾ ഉണ്ടെന്ന് അവിടെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നെ ഇവിടെ കടലിൻ്റെ തീരത്ത് കുറേ കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ആളുകൾ ഇറങ്ങാതിരിക്കാനാണെന്ന് തോന്നുന്നു. ഈ സൈഡിൽ ചിലപ്പോൾ കടൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെതായ ഒരു ഭംഗിയൊന്നും ഇവിടെ ഈ കടൽ തീരത്ത് കാണാനില്ല. നമ്മുടെ കേരളത്തിൻ്റെ ബീച്ച് തന്നെയാണ് ബ്യൂട്ടിഫുൾ. ഈ കഴിഞ്ഞ തവണ ഞാൻ പോണ്ടിച്ചേരി പോയിട്ടുണ്ടായിരുന്നു. പോണ്ടിച്ചേരിയിൽ പോയപ്പോഴും ഇത് സമാനമായ ബീച്ച് തന്നെയാണ്. ഒരു ഭംഗി തോന്നിയില്ല. അപ്പോൾ ഈ കാണുന്നതാണ് സിദ്ധർ ടെമ്പിൾ. അതിനകത്തേക്ക് ഒന്ന് കയറട്ടെ.